ഉഗാണ്ടയെ കുറിച്ച് കേൾക്കുമ്പോൾ നേരത്തെ റിമ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമേജാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഉഗാണ്ടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ അവിടെ റിമ പരിചയപ്പെട്ട് കാണും, ഒരുപാട് പേര് പരിചയപ്പെട്ട് കാണും, അവരൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് അവരിൽ നിന്ന് നമ്മളെല്ലാം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവരൊന്നുമില്ലാത്ത ഒരു രാജ്യത്ത് അവർക്ക് ഡെമോക്രാറ്റിക്കലി ഒരു റൈറ്റ്സുമില്ല. അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് ഇപ്പോൾ അവിടെ സിനിമയില്ല, ടെലിവിഷൻ സെറ്റ്സൊക്കെ വളരെ ചുരുക്കം കാശുള്ള ആൾക്കാരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ജോലി എടുത്താലും ഇത്ര കാശേ കിട്ടുന്നുള്ളൂ, അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇല്ല. പക്ഷെ എന്നാലും ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ വെറുതെ പറയല്ലേ, ദേ ആർ വെരി ഹാപ്പി. അവർ ലൈഫ് സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് അങ്ങനെ വിഷമങ്ങളൊന്നുമില്ല. എത്ര കാശുണ്ടെങ്കിൽ എത്ര കാശ്. പിന്നെ വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണ് അവിടുത്തെ. അപ്പോൾ എന്തൊരു ദൈവസാന്നിധ്യം ഉണ്ടാവാണ്ട് അത്രയ്ക്ക് നല്ല മണ്ണുണ്ടാവില്ലേ? എന്ത് വെറുതെ രാജേഷ് പറഞ്ഞാൽ എന്തെങ്കിലും ചവച്ച് തുപ്പിയാൽ അവിടുത്തെ ദിവസം അവിടെ മുളച്ച് നിൽക്കും എന്തെങ്കിലും. അത്രയ്ക്കും ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും പണിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവരുടെ ബാക്ക് യാർഡിൽ സാധനങ്ങളൊക്കെ വളരുന്നുണ്ട്, ഭക്ഷണം ഇവന് കിട്ടും, അവന് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതിലും കൂടുതലൊന്നും വേണ്ട. ദേ ജസ്റ്റ് വോണ്ട് ടു ബി ഹാപ്പി. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. നമുക്കിവിടെ എത്ര സംഭവങ്ങൾ കിട്ടിയാലും, എത്ര കാശ് കിട്ടിയാലും, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും നമുക്കിപ്പോഴും ആകെ പ്രശ്നങ്ങളാണ്. അവിടെ ഇവർക്ക് ഒന്നുമില്ല, ഇവരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അത് നമ്മൾ ഇവരെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, ഇതൊക്കെ തന്നെയാണ് ലൈഫ്, അപ്പം പിന്നെ ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയതായിരിക്കാം അവർ. പക്ഷെ എന്നാൽ പോലും അത് കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അവർക്ക് ഉള്ളതിൽ വെച്ചിട്ട് അവർ വളരെ ഹാപ്പിയാണ് എല്ലാവരും. ഇങ്ങനെ രാജേഷ് ഒരുപാട് ഹോംവർക്ക് ചെയ്തെന്ന് തോന്നുന്നു ഈ സിനിമയ്ക്ക് അല്ലേ? ഷുഡ് ബി, ഡെഫിനറ്റ്ലി. ഈ രാജേഷ് എന്ന് പറയുന്ന ഒരാൾ 11 കൊല്ലം ഉഗാണ്ടയിൽ സെറ്റിൽ ചെയ്തതിൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് ഈ പടത്തിനുണ്ട്. ബിക്കോസ് അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ഒരുപാട് ആളുകളുടെ ഹെൽപ്പും അവിടെ പോയി താമസിച്ചിട്ടുള്ള ഒരുപാട് മലയാളി ഫാമിലീസിൻ്റെ ഹെൽപ്പും നമുക്കുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. മലയാളികളെ പരിചയപ്പെട്ടു ഒരുപാട് പേരെ, സം ബ്രില്യൻറ്റ് ബ്യൂട്ടിഫുൾ ഫാമിലീസ് നമ്മൾ പരിചയപ്പെട്ടത്. ഇവർക്കെല്ലാവർക്കും നമ്മുടെ അടുത്ത് പറയാനുള്ളത്, ഒന്ന് പോയി പറയൂ ഉഗാണ്ട നല്ല സ്ഥലമാണെന്ന്. നമ്മളൊക്കെ വെക്കേഷനൊക്കെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ കുട്ടികളെയൊക്കെ എല്ലാവരും കളിയാക്കാണോ ഉഗാണ്ടയിൽ നിന്ന് വന്നാണോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് പോയി പറയൂ നല്ല സ്ഥലമാണെന്ന്. സോ ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ബ്യൂട്ടിഫുൾ പ്ലേസ് ടു. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറയുകയാണെങ്കിൽ ഡാർക്ക് കോണ്ടിനെൻ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഫസ്റ്റ് ഓഫ് ഓൾ 20-നും 22 ഡിഗ്രിക്കും ഇടയ്ക്കാണ് അവിടുത്തെ ടെമ്പറേച്ചർ. എനിക്ക് ബാംഗ്ലൂരൊക്കെ ഉള്ളൊരു കാലാവസ്ഥയായിട്ടാണ് തോന്നിയത്. എപ്പോഴും തണുപ്പാണ്. നമ്മൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ ചുട്ടു പൊള്ളും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് അവർ കറുത്തിരിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അത് അങ്ങനൊന്നും അല്ലാത്തൊരു സ്ഥലം. ഞങ്ങളൊക്കെ ഞെട്ടിപ്പോയി സത്യം പറയുകയാണെങ്കിൽ. അവിടെ പോയി ഞങ്ങൾ ജിഞ്ച എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഷൂട്ട് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് നൈൽ നദിയുടെ ഉത്ഭവം, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ ജിഞ്ച എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷനാണ്, ഊട്ടിയൊക്കെ പോലെ ഇരിക്കുന്നൊരു സ്ഥലം. നമ്മൾ വിശ്വസിക്കുമോ ആഫ്രിക്കയിലെന്ന് പറഞ്ഞാൽ? ഞാനത് ഞെട്ടിപ്പോയി, ഇത് എന്താണെന്നായിപ്പോയി അവിടെ പോയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ. ഹോളിവുഡ് നടന്മാർക്കൊപ്പം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതെ, ഐനോ. അവരെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്? ഓയ്യോ, രണ്ട് മെയിൻ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ഒരു മേയറിൻ്റെ റോള് ചെയ്യുന്നതും ഒരു ഓഫീസറിൻ്റെ റോൾ ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ്. ഇറ്റ് ഈസ് ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ അതിൽ ഈ മേയറിൻ്റെ ക്യാരക്ടർ ചെയ്ത സാം എന്ന് പറയുന്ന ആക്ടർ, തിലകൻ ചേട്ടൻ ഓർമ്മ വന്നു എനിക്ക്. അവിടുത്തെ തിലകൻ ചേട്ടനാണ്. അതേപോലെ നല്ല തലയെടുപ്പുള്ള ഭയങ്കര രസമുള്ള ഒരു സ്റ്റേച്ചർ, ബോഡി ലാംഗ്വേജ് ഉള്ള, സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അവിടെ ഇരിക്കും, പിന്നെ ആരും അനങ്ങത്ത് പോലുമില്ല, അതുപോലത്തെ ശബ്ദമാണ്. 3 സീനിൽ അങ്ങോട്ട് ഈ സിനിമയിൽ അദ്ദേഹം വരുന്നുള്ളൂ. പക്ഷെ ആ 3 സീൻ മാത്രം മതി. അതിൽ എന്നെ ടെററൈസ് ചെയ്യുന്ന, ജസ്റ്റ് സംസാരിച്ച് ടെററൈസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ അഭിനയിക്കാം, ആ ബ്രേക്ക് ഡൗൺ നമുക്ക് അഭിനയിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ആക്ടർ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും കരഞ്ഞു പോയി ഞാൻ. ആൻഡ് വേറൊരു ആക്ടർ മൈക്കൽ മൊറേസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ഒരു ആക്ടറുണ്ട്. ഹി 6'4". അപ്പോൾ 6 അടി 4 ഇഞ്ചുള്ള ഒരാളെ കണ്ടാൽ തന്നെ നമുക്ക്
സ്ക്രീനിൽ ഭയങ്കര പ്രസൻസും ആൻഡ് എന്നാൽ ഭയങ്കര ലവബിൾ ആയിട്ടുള്ളൊരു ഫേസും, വലിയൊരു മനുഷ്യൻ ഭയങ്കര കുട്ടിത്തുള്ളൊരു ഫേസ്. ഈ ആക്ടേഴ്സിൻ്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞ മൂവിക്ക്. ഇവർ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരൊക്കെ അത്രയും രസമായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട് ഈ പ്രോജക്റ്റിൽ. എനിക്ക് ഈ മൈക്കൽ മൊറേസ് എന്ന ക്യാരക്ടറായിട്ട് എനിക്ക് അധികം വർക്കില്ല, മറ്റാളായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉള്ളൂ. പക്ഷെ എനിക്ക് ഇത് സീൻസൊക്കെ കാണുമ്പോൾ തന്നെ യു ഫീൽ സോ നൈസ്, യുനോ. അവരൊക്കെ വലിയ വലിയ പ്രൊഡക്ഷൻസ്, ഹോളിവുഡ് പ്രൊഡക്ഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. അവരുടെ ബോഡി ലാംഗ്വേജും അവരൊരു റോളിനെ സമീപിക്കുന്നതൊക്കെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു റിമയ്ക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങളിലൊന്ന് നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ റിമയെ തേടിയെത്തി. ഓഗസ്റ്റ് ക്ലബിലാണെങ്കിലും ഇപ്പോൾ എല്ലാത്തിലും റിമയെ തേടിയെത്തുന്ന അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അവിടെ എപ്പോഴും റിമയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന പുരുഷ കഥാപാത്രം വളരെയേറെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വിജയ് ബാബുവിനെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. വിജയ് ഇതിൽ ഏകദേശം അവസാനമായപ്പോഴാണ് ഇതിൻ്റെ പാർട്ടാവുന്നത്. ആദ്യം തൊട്ടേ ഉണ്ട്, പക്ഷേ ആക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ക്യാരക്ടർ വിജയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഏകദേശം അവസാനമൊക്കെ ആയിട്ടാണ് അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ 22FKയിൽ വിജയൻ്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളതാണ്. അതിൽ വളരെ ചെറിയൊരു റോളാണ് വിജയ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എത്രത്തോളം ഓഡിയൻസിന് അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഫസ്റ്റ് ഡേ ഷൂട്ടിന് വന്ന്, അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല വിജയ് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടേക്ക് ഓക്കെയാണ്. ഹി വാസ് സോ കോൺഫിഡൻറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഡബ്ബിങ്ങിനും ഇതുപോലെ തന്നെ. ഡബ്ബിങ്ങിൽ അവിടുത്തെ എല്ലാവരും പറയുന്നുണ്ടായി ഒറ്റ ടേക്കിന് ഓക്കെയാണ്. സോ ആ ഒരു ക്യാരക്ടറായിട്ട് അത്രയ്ക്ക് സിങ്ക്ഡ് ആയിരുന്നു ബെന്നി എന്നുള്ള ക്യാരക്ടർ. ഞാനിപ്പോഴും ബെന്നി ചായൻ എന്നാണ് വിളിക്കാതുകൊണ്ട് എൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഡെബ്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ അതായിട്ടാണല്ലോ നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ കൂടെ അഭിനയിച്ച ഫസ്റ്റ് മൂവിയാണല്ലോ. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടിട്ടേ ഉള്ള പരിചയമാണ് വിജയായിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ വിജയ് വാസ് റിയലി ടെൻസ്ഡ്. വിജയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ. പക്ഷെ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. രാജേഷ് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം ടോട്ടലി ഫൈൻ വിത്ത് ഇറ്റ് ആൻഡ് ഐ എം ഷുവർ ഹിൽ ഡു എ ഗുഡ് ജോബ് എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങളിത് ഈ സിനിമയിൽ കണ്ടാലറിയാം. ബിക്കോസ് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഹീറോ ആണ്, പക്ഷേ ഹീറോയിസം ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. നിസ്സഹായനാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അതിങ്ങനെ വളരെ ചെറിയ ഗ്രഡേഷനിലും ബിൽഡപ്പ് ചെയ്ത് വരുന്ന ഒരു ക്യാരക്ടറാണ്. ഒരിക്കലും ദേഷ്യപ്പെടാനോ ഒന്ന് പൊട്ടിത്തെറിക്കാനോ പറ്റാത്ത, പിടിച്ച് ഉള്ളിലിങ്ങനെ ആ എഗ്രഷനും എല്ലാം ഉള്ളിലിങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് ഭയങ്കര ലൗഡായിട്ടുള്ള ബോഡി ലാംഗ്വേജും പൊട്ടിത്തെറിക്കുന്നതും ആക്രോശിക്കുന്നതൊക്കെ ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഉള്ളിലൊതുക്കി ഇൻവേർഡ്ലി ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ ചെയ്യാനായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ട്. ആൻഡ് ഐ തിങ്ക് വിജയ് ഹാസ് ഡൺ എ ഫാബുലസ് ജോബ്. അത് രാജേഷിനും അതിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു 59ഓളം സ്ഥലങ്ങളിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേക്ക് വിക്ടോറിയ, ഐ തിങ്ക് ഇറ്റ് ഇസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ്. ഇത് ലേക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ചതിയാണ്. പക്ഷേ ബിക്കോസ് ഇതൊരു സീ പോലെ കിടക്കുകയാണ്. ഇറ്റ്സ് ഹ്യൂജ്. കടൽ പോലെ കിടക്കുന്ന ഒരു സ്ഥലം നോക്കിയിട്ട് നമ്മളുടെ അടുത്ത് ലേക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവും. അത് ആ ലേക്കിൻ്റെ നടുക്കുള്ള ഒരു പ്രൈവറ്റ് ഐലൻഡിൽ ഞങ്ങൾ സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. അവിടെ ഒരു ഫോറിനർ ഓൺ ചെയ്യുന്ന അവരുടെ സ്വന്തം പ്രൈവറ്റ് ഐലൻഡാണ്. അവിടെ ഒരു വലിയൊരു കോട്ടേജൊക്കെ ആയിട്ട് സ്വന്തം ഫ്ലൈറ്റ്, സ്വന്തം എയർഫീൽഡ്. ദാറ്റ് വാസ് ക്വൈറ്റ് എ സൈറ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു അത് കണ്ടിട്ട്. അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാനത് ഒരിക്കലും മറക്കില്ല. ഞാൻ ആഷിയുടെ അടുത്തൊന്നും പറഞ്ഞില്ല ആദ്യം ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന്. ബിക്കോസ് ഞങ്ങൾ 7 o'clock കഴിഞ്ഞ് ഇവർ ബോട്ട് തിരിച്ചെടുക്കില്ല. ബിക്കോസ് ലൈറ്റ് ഇല്ല. ഞങ്ങൾക്ക് അടുത്ത ദിവസം തിരിച്ച് ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റാണ്. ഞങ്ങൾക്ക് തിരിച്ചെത്തിയേ പറ്റൂ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഞങ്ങൾ രാത്രിയിൽ മൂൺ ലൈറ്റിൽ, ഇറ്റ് വാസ് എ ഫുൾ മൂൺ നൈറ്റ്, മൂൺ ലൈറ്റിലാണ് ഞങ്ങൾ തിരിച്ചു വന്നത് ഈ സ്പീഡ് ബോട്ടിൽ. ആ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെന്നെ ഓടിച്ചിട്ട് ഇടിക്കും. എന്ന് ചോദിക്കട്ടെ, തിരിച്ചു വന്നപ്പോൾ ആഷിക്ക് എന്താ പറഞ്ഞേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ആഷിക് കെയിം ടു ഉഗാണ്ട. ഞങ്ങൾ എന്നിട്ട് താൻസാനിയൊക്കെ പോയിരുന്നു. അപ്പോൾ ആഷിക്ക് വന്ന ഉടനെ ഞങ്ങൾ കുറേ ഫുട്ടേജൊക്കെ കാണിച്ചു കൊടുത്ത് ഇതൊക്കെ ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അതങ്ങ് മുക്കിക്കളഞ്ഞു എല്ലാം.
ഇനി ഒരു പേഴ്സണൽ ചോദ്യം ചോദിച്ചോട്ടെ. ലാൽ ജോസിന്റെ സെറ്റ് വെച്ച് 7 സുന്ദര രാത്രികൾ അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പ്രവീൺ ചേച്ചി ഉണ്ട് അന്ന് ലൊക്കേഷനിൽ. അപ്പൊ പ്രവീൺ ചേച്ചി പറഞ്ഞു ഇനി 7 ദിവസം കൂടെ ഉള്ളൂ അറിയോന്ന് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ അത് ശരിയാണല്ലോ, അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആണ്. അപ്പൊ ലാൽ സാർ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആയിരുന്നു ശരിക്കും. രാത്രി അത് കേക്ക് കൊണ്ടുവന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. പ്രവീൺ ചേച്ചി ഇത് പാടിയപ്പോൾ എനിക്കിത് മനസ്സിലായി. അപ്പം പിന്നെ ലാൽ സാർ പറഞ്ഞു ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ആ കേക്ക് കണ്ടപ്പോൾ ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. ആ ഫിലിമിൻ്റെ സെയിം ആ പോസ്റ്ററിൻ്റെ ഡിസൈനിൽ തന്നെയായിരുന്നു ആ കേക്ക്. ഇറ്റ് വാസ് സോ സ്വീറ്റ് ആക്ച്വലി. തീർച്ചയായിട്ടും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.